ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. 2021 PSC ചോദിച്ച മുഴുവൻ മലയാള ചോദ്യങ്ങളും അവയുടെ ചെറിയ രീതിയിലുള്ള എക്സ്പ്ലനേഷനുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ. അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കാം. താഴെ കൊടുത്ത പദങ്ങളിൽ ഭാവി കാലത്തെ സൂചിപ്പിക്കുന്ന പദമേതാണ്? എഴുതും. കതിരിൽ വളം വെക്കുക എന്ന ശൈലിയുടെ ശരിയായ ആശയമെന്താണ്? കതിരിൽ വളം വെക്കുക, അസ്ഥാനത്തുള്ള പ്രവൃത്തി. അമ്മ കുട്ടിയോട് കഥ പറഞ്ഞു. അടിയിൽ വരയിട്ട പദം ഏത് വിഭക്തിക്ക് ഉദാഹരണമാണ്? കുട്ടിയോട്. ഓട് സംയോജിക, സംയോജികാ വിഭക്തി. താഴെ കൊടുത്തവയിൽ നിന്ന് ശരിയായ പദം തിരഞ്ഞെടുത്തെഴുതുക. ആൻസർ എ ആണ്, ഔചിത്യം. ചേർത്തെഴുതുമ്പോൾ വ്യത്യാസം വരാത്ത പദം എടുത്തെഴുതുക. നീല അധികം മല, നീലമല. ആൻസർ ഓപ്ഷൻ ബി ആണ്. പായസം വെക്കുന്നതിനായി 50 തേങ്ങകൾ മാറ്റിയിടാൻ പറഞ്ഞിട്ടുണ്ട്. ഈ വാക്യത്തിൽ തെറ്റുവന്ന ഭാഗം ഏതാണ്? 50 തേങ്ങകൾ, 50 തേങ്ങാന്ന് മതി. എ ബാഡ് വർക്ക്മാൻ ഓൾവേസ് ബ്ലെയിംസ് ഹിസ് ടൂൾസ്. ഈ ചൈന ശൈലിയുടെ ശരിയായ മലയാള പരിഭാഷ എടുത്തെഴുതുക. മോശം പണിക്കാരൻ പണിയായുധങ്ങളെ പഴിക്കും. അയ്യോ, ഇന്നലെ ഞാൻ വീട്ടിൽ നിന്നിറങ്ങിയിട്ടില്ല. ഈ വാക്യത്തിൽ അയ്യോ എന്ന പദം കഴിഞ്ഞ് ചേർക്കേണ്ട ചിഹ്നമേതാണ്? വിക്ഷേപിണി. ഓപ്ഷൻ എ. അർത്ഥവ്യത്യാസം കൊണ്ട് കൂട്ടത്തിൽ ചേരാത്ത പദം തിരഞ്ഞെടുത്തെഴുതുക. ആരവം. ആരവം അർത്ഥം ശബ്ദം. നലി അധികം നൂൽ, നന്നൂൽ. സന്ധി നിർണയിക്കുക. ആദേശസന്ധി. ഒരു വർണ്ണം പോയി പകരം മറ്റൊന്ന് വരുന്നത് ആദേശസന്ധി. മഴ പെയ്തു, ഉഷ്ണം ശമിച്ചില്ല. ഇവിടെ ചേർക്കാവുന്ന ഘടകപദം കണ്ടെത്തുക. എന്താണ് ഘടകപദം? വാക്യങ്ങൾ തമ്മിൽ കൂട്ടിച്ചേർക്കാൻ ഉപയോഗിക്കുന്ന പദമാണ് ഘടകപദം. ആൻസർ എങ്കിലും. മഴ പെയ്തു, എങ്കിലും ഉഷ്ണം ശമിച്ചില്ല. സാരം എന്ന പദത്തിൻ്റെ വിപരീതം നിസ്സാരം. മാംസം എന്ന് അർത്ഥം വരാത്ത പദമേത്? അശനം. എ ഹംഗ്രി ഡോഗ് വിൽ ഈറ്റ് ഡങ്. ഈ വാക്യത്തിന് യോജിച്ച മലയാളം ചൊല്ല്. ഗതി കെട്ടാൽ പുലി പുല്ലും തിന്നും. പൂജക ബഹുവചനത്തിന് ഉദാഹരണം അവർകൾ. ശരിയായ പ്രയോഗം ഓപ്ഷൻ ബി ആണ് ആൻസർ, പ്രസംഗ പാടവം. ശവത്തിൽ കുത്തുക എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് അവശനെ ഉപദ്രവിക്കുക. ശവത്തിൽ കുത്തുക, അവശനെ ഉപദ്രവിക്കുക. പൊൽക്കലശം പിരിച്ചെഴുതുമ്പോൾ പൊൻ അധികം കലശം. വിദുഷി എന്ന പദത്തിന് അനുയോജ്യമായ പുല്ലിംഗ രൂപമേത്? വിദ്വാൻ. വിദുഷി പുല്ലിംഗം, വിദ്വാൻ. പൂജക ബഹുവചനത്തിന് ഉദാഹരണമേത്? വൈദ്യർ. താഴെ തന്നിട്ടുള്ള വാക്കുകളിൽ തേനിന് പര്യായം അല്ലാത്ത പദമേത്? മധുപൻ. മധുപൻ വണ്ട്. വണ്ടിൻ്റെ പര്യായ പദങ്ങൾ അളി, ഭൃംഗം, ഭ്രമരം, മധുപം, മധുവ്രതം. വാഗതീതം പിരിച്ചെഴുതുന്നതെങ്ങനെ? വാക്ക് അധികം അതീതം. ഓപ്ഷൻ സി ആണ് ആൻസർ. കേവലക്രിയക്ക് ഉദാഹരണം അല്ലാത്തതേത്? എന്താണ് കേവലക്രിയ? പരപ്രേരണയില്ലാത്ത ക്രിയകൾ. പഠിക്കുന്നു, ചിരിക്കുന്നു, ഓടുന്നു. ഇവ മൂന്നും കേവലക്രിയയാണ്. അതായത് കർത്താവ് തനിയെ ചെയ്യുന്ന
ക്രിയ. ഉറക്കുന്നു എന്നത് പ്രയോജക ക്രിയയാണ്. പരപ്രേരണയോടെ ചെയ്യുന്ന ക്രിയ. ആൻസർ ഉറക്കുന്നു. സ്നേഹധനൻ ഏത് സമാസമാണ്? ബഹുവ്രീഹി. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഒരെണ്ണം വർഗാക്ഷരങ്ങളുടെ ചില്ലാണ്. ഏതാണത്? ഇൻ. പ്രേക്ഷകൻ എന്ന പദത്തിന് കാഴ്ചക്കാരൻ എന്നാണ് അർത്ഥം. എന്നാൽ പ്രേഷകൻ എന്ന പദത്തിന് എന്താണർത്ഥം? പറഞ്ഞയച്ചവൻ. പ്രേഷകൻ പറഞ്ഞയച്ചവൻ. ഇനി കേൾക്കുന്നവൻ ശ്രോതാവ്, കാണുന്നവൻ പ്രേക്ഷകൻ, കാണപ്പെട്ടവൻ പ്രേക്ഷിതൻ. സന്ധി അനുസരിച്ച് കൂട്ടത്തിൽപ്പെടാത്ത പദമേത്? പട്ടുശീല. താഴെ കൊടുത്തിട്ടുള്ള വാക്യങ്ങളിൽ ഏതിലാണ് കണ്ണടയ്ക്കുക എന്നതിന് ആ ക്രിയ തീരെ പ്രകടമല്ലാത്തത്? ആൻസർ ഓപ്ഷൻ സി ആണ്. അച്ഛൻ കണ്ണടച്ചതിനു ശേഷമാണ് കുട്ടി ഇത്ര വഷളായത്. ശരിയായ പദം തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ ബി ആണ്. നിർജ്ജരി. ചഷത്തിൻ്റെ ഛ. അർത്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂട്ടത്തിൽപ്പെടാത്ത പദമേത്? പരിശുദ്ധമായത് എന്ന് അർത്ഥം വരുന്ന പദങ്ങളാണ് അമലം, വിമലം, നിർമ്മലം. എന്നാൽ കമലം താമരയാണ്. അപ്പോൾ കൂട്ടത്തിൽപ്പെടാത്ത പദം കമലം. ദർശകൻ സ്ത്രീലിംഗ പദം. ദർശക. ദർശകൻ, ദർശക. പുറമേ മോടി പിടിപ്പിക്കുന്നത് നിരർത്ഥകമാണെന്ന് സൂചിപ്പിക്കുന്ന ചൊല്ലേതാണ്? കാക്ക കുളിച്ചാൽ കൊക്കാകുമോ? വചനതലത്തിൽ വ്യത്യസ്തത പുലർത്തുന്ന പദം കണ്ടെത്തുക. കുട്ടികൾ. കുട്ടികൾ അലിംഗ ബഹുവചനമാണ്. എന്നാൽ വാദ്യാർ, വൈദ്യർ, സ്വാമികൾ ഇവ മൂന്നും പൂജക ബഹുവചനമാണ്. ആൻസർ കുട്ടികൾ. അ അധികം അൾ ചേർത്തെഴുതുക. അവൾ. ഭൂമി എന്നർത്ഥം വരാത്ത പദം. വപുസ്. വപുസ് അർത്ഥം ശരീരം. കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ ആരാണ്? പിപാസു. ജിജ്ഞാസു അറിയാൻ ആഗ്രഹിക്കുന്ന ആൾ. പിപഠിഷു പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ. ആകർഷണം വിപരീത പദം കണ്ടെത്തുക. ആകർഷണം, വികർഷണം. ശരിയായ പദം തിരഞ്ഞെടുത്തെഴുതുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ഹാർദം. ഒറ്റപ്പദം എഴുതുക. ന്യായശാസ്ത്രം പഠിച്ചവൻ ആരാണ്? നൈയാമികൻ. ന്യായശാസ്ത്രം പഠിച്ചവൻ നൈയാമികൻ. വല്ലകി എന്ന വാക്കിൻ്റെ പര്യായ പദം എഴുതുക. വീണ. വല്ലകി, വീണ. വീണയുടെ പര്യായ പദങ്ങൾ വല്ലകി, വിപഞ്ചി, വിപഞ്ചിക. ക്ഷയം വിപരീത പദം വൃദ്ധി. ക്ഷയം, വൃദ്ധി. ധനം എന്ന വാക്കിന് സമാനമായ പദമേത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. അർത്ഥം. ചേർത്തെഴുതുക. തൺ അധികം താർ. തണ്ടാർ. സ്ത്രീലിംഗ പദം എഴുതുക. കവി. കവയിത്രി. കവിയുടെ സ്ത്രീലിംഗം കവയിത്രി. ആൻസർ ഓപ്ഷൻ സി ആണ്. ബ്രാഹ്മണൻ എന്ന വാക്കിൻ്റെ ബഹുവചനം ഏത്? ബ്രാഹ്മണർ. പിരിച്ചെഴുതുക. അവൻ. ആ അധികം അൻ. ഓപ്ഷൻ ബി ആണ് ആൻസർ. ടു ഗ്രീസ് ദ പാം ശരിയായ വിവർത്തനം ഏത്? കൈക്കൂലി കൊടുക്കുക. നീതിയെ സംബന്ധിക്കുന്നത് എന്നർത്ഥം വരുന്ന പദമേത്? നൈതികം. നീതിയെ സംബന്ധിക്കുന്നത് നൈതികം. ധനാശി പാടുക എന്ന ശൈലിയുടെ
ശരിയായ അർത്ഥം അവസാനിപ്പിക്കുക. ധനാശി പാടുക, അവസാനിപ്പിക്കുക. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് ശരിയായ വാക്യം തിരഞ്ഞെടുത്തെഴുതുക. ഇവിടെ 10 എന്നത് സംഖ്യയാണ്. സംഖ്യാനാമം വിശേഷണമായി വന്നാൽ ബഹുവചനത്തിൻ്റെ ആവശ്യമില്ല. തേങ്ങകൾ എന്നു വേണ്ട, തേങ്ങ എന്നു മതി. അപ്പോൾ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. എനിക്ക് 10 തേങ്ങ വേണം. ഉന്നമ്രം എന്ന പദം ശരിയായി പിരിച്ചെഴുതുന്നത് എങ്ങനെ? ഉത് അധികം നമ്രം. ആൻസർ ഓപ്ഷൻ സി. താഴെ തന്നിരിക്കുന്നവയിൽ ആമയുടെ പര്യായമായി വരുന്ന പദമേത്? കച്ചപം. ആമയുടെ പര്യായം കച്ചപം. മേഷം ആട്, മരാളം അരയന്നം, മണ്ഡൂകം തവള. ഇഫ് യു വാണ്ട് ടു ഷൈൻ ലൈക്ക് എ സൺ, ഫസ്റ്റ് ബേൺ ലൈക്ക് എ സൺ എന്നതിൻ്റെ യഥാർത്ഥ പരിഭാഷ. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. നിങ്ങൾക്ക് ഒരു സൂര്യനെ പോലെ തിളങ്ങണമെങ്കിൽ ആദ്യം സൂര്യനെ പോലെ കത്തിജ്വലിക്കുക. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബഹുവചനത്തെ സൂചിപ്പിക്കാത്ത പദമേത്? അധ്യാപകർ ബഹുവചനമാണ്, കവികൾ ബഹുവചനമാണ്, സ്വാമികൾ ബഹുവചനമല്ല, ഏകവചനമാണ്. ശിഷ്യന്മാർ ബഹുവചനമാണ്. അപ്പോൾ ആൻസർ സ്വാമികൾ. അവരജൻ എന്ന പദത്തിൻ്റെ വിപരീത പദം ഏത്? അഗ്രജൻ. അവരജൻ, അഗ്രജൻ. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പദമേത്? ശരിയായ പദം ഓപ്ഷൻ എ ആണ്, ഉദ്ഗ്രഥിതം. രഥത്തിൻ്റെ ഥ. ഭഗിനി എന്ന പദത്തിൻ്റെ പുല്ലിംഗ രൂപമാണ് ഭ്രാതാവ്. ഭഗിനി, ഭ്രാതാവ്. പിഞ്ഞാണവർണ്ണം ശരിയായി വിഗ്രഹിച്ചെഴുതുന്നത് എങ്ങനെ? പിഞ്ഞാണത്തിൻ്റെ വർണ്ണം. ഓപ്ഷൻ ബി ആണ് ആൻസർ. ശ്ലോകത്തിൽ കഴിക്കുക എന്ന ശൈലിയുടെ വ്യാഖ്യാനമെഴുതുക. ശ്ലോകത്തിൽ കഴിക്കുക, ചുരുക്കി പറയുക. വല്ലപാടും നേടിയ വിജയം എന്ന വിശേഷണത്തിൻ്റെ അർത്ഥമെന്ത്? വല്ലപാടും നേടിയ വിജയം എന്ന് വച്ചാൽ എങ്ങനെയെങ്കിലും. പൂരണി തദ്ധിതമേത്? സംഖ്യാശബ്ദത്തിൽ നിന്ന് വിശേഷണനാമം ഉണ്ടാക്കുന്നതാണ് പൂരണി തദ്ധിതം. ആം എന്ന പ്രത്യയം ചേർക്കുന്നു. പുല്ലിംഗ ശബ്ദങ്ങളിൽ അൻ എന്ന പ്രത്യയവും ചേർക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഇവിടെ സംഖ്യാശബ്ദം ഏതാണ്? ഓപ്ഷൻ ഡി ആണല്ലേ. ഒന്നാമൻ. പുല്ലിംഗവുമാണ്, അൻ പ്രത്യയവും വന്നു. ആൻസർ ഓപ്ഷൻ ഡി. യഥാവിധി വിഗ്രഹിച്ചെഴുതുക. വിധി എങ്ങനെയോ അങ്ങനെ. ശരിയായ പദമേത്? കറക്റ്റ് ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്, കയ്യാമം. പിരിച്ചെഴുതുക. കണ്ണീർ പാടം. കണ്ണീർ അധികം പാടം. ആൻസർ ഓപ്ഷൻ സി. സന്തോഷത്തെ പ്രദാനം ചെയ്യുന്നത് എന്ന പദത്തിൻ്റെ സമാന പദം എഴുതുക. സന്തോഷത്തെ പ്രദാനം ചെയ്യുന്നത് സന്തോഷപ്രദം. ആൻസർ ഓപ്ഷൻ ബി. വാക്യം ശരിയായി എഴുതുക. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. തൊഴിൽ ലഭിച്ചവരിൽ 90% നിരാശരാണ്. അലിംഗ ബഹുവചനത്തിന് ഉദാഹരണം എഴുതുക. ആൻസർ ഓപ്ഷൻ ഡി ആണ്, പണിക്കാർ. അതായത് പണിക്കാർ എന്ന് പറയുമ്പോൾ സ്ത്രീകളാണോ പുരുഷന്മാരാണോ എന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല. മാത്രമല്ല സ്ത്രീ പുരുഷന്മാർ ചേർന്നുള്ള കൂട്ടത്തെ കാണിക്കുന്നതുമാണ്. അതുകൊണ്ട് തന്നെ പണിക്കാർ എന്നത് അലിംഗ ബഹുവചനമാണ്. സഹിതം വിപരീത പദം രഹിതം. പറയുന്ന ആൾ ഒറ്റപ്പദമേത്? വക്താവ്. പറയുന്ന ആൾ വക്താവ്. സ്ട്രൈക്ക് ബ്രേക്കർ സമാനമായ മലയാള ശൈലി. കരിങ്കാലി. സ്ട്രൈക്ക് ബ്രേക്കർ കരിങ്കാലി. ജലം പര്യായ പദമേത്?
അപ്പ്. ജലത്തിൻ്റെ പര്യായപദങ്ങൾ തോയം, സലിലം, വാരി, അപ്പ്, പയസ്, പ്രാണതം, ഉദകം, കബന്ധം, അമ്പസ്. കണ്ടു പിരിച്ചെഴുതുക. കൺ അധികം തു. ഓപ്ഷൻ ബി ആണ് ആൻസർ. കഷ്ടപ്പെടുത്തുക എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലി ഏത്? നക്ഷത്രമെണ്ണിക്കുക. കഷ്ടപ്പെടുത്തുക, നക്ഷത്രമെണ്ണിക്കുക. ആ അധികം കാലം ചേർത്തെഴുതുക. അക്കാലം. ഓപ്ഷൻ സി ആണ് ആൻസർ. ശരിയായ പദമേത്? ആൻസർ എ ആണ്. അവധൂതൻ. ബുധൻ്റെ തായും തലയുടെ തായും. ഇൻ അക്കോർഡൻസ് വിത്ത് ഉചിതമായ മലയാള പരിഭാഷ ഏത്? അതനുസരിച്ച്. ഒറ്റപ്പദമെഴുതുക. ഗുരുവിൻ്റെ ഭാവം. ഗൗരവം. ഉറുമ്പ് എന്നർത്ഥം വരുന്ന പദമേത്? വമ്രി. ഉറുമ്പ്, വമ്രി. വിപരീത പദമെഴുതുക. രസം, നീരസം. അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുക എന്നർത്ഥം വരുന്ന ശൈലി ഏത്? അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുക. ഇലയിട്ട് ചവിട്ടുക. സലിംഗ ബഹുവചനമേത്? മിടുക്കന്മാർ. എന്താണ് സലിംഗ ബഹുവചനം? ലിംഗത്തോടു കൂടിയ ബഹുവചനം. സ്ത്രീ പുരുഷ നപുംസകങ്ങളിൽ ഏതിൻ്റെയെങ്കിലും ഒന്നിൻ്റെ ബഹുത്വത്തെ കാണിക്കാൻ ഉപയോഗിക്കുന്നു. മാർ, കൾ ഇവയാണ് പ്രത്യയങ്ങൾ. പിരിച്ചെഴുതുക. ഇന്നീ. ഈ അധികം നീ. ഓപ്ഷൻ ഡി ആണ് ആൻസർ.